നമസ്കാരം. മദ്യപാനത്തെ തുടർന്നുള്ള തർക്കത്തിനൊടുവിൽ പിതൃ സഹോദരിയുടെ വീട് കത്തിച്ച പ്രതി അറസ്റ്റിലായി. കൊല്ലം കണ്ണനല്ലൂർ പള്ളിമൺ കിഴക്കേക്കരയിലാണ് സംഭവമുണ്ടായത്. മദ്യപിച്ച് വഴക്ക് ഉണ്ടായതിനെ തുടർന്ന് പിതൃ സഹോദരിയുടെ വീട്ടിലെത്തി കൊല്ലം പെരിനാട് ധനേഷ് ഭവനത്തിൽ ധനേഷാണ് വീട് കത്തിച്ചത്. ധനേഷിനൊപ്പം 2 പേർ ഉണ്ടായിരുന്നു എങ്കിലും അവരെ പിടിക്കാതെ പോലീസ് ഉരുണ്ടു കളിക്കുകയാണ് എന്നാണ് ഈ വീട്ടുകാരുടെ ആക്ഷേപം. ധനേഷ് ഇപ്പോൾ റിമാൻഡിലാണ്. സഹോദരന്റെ മോനുമായി മദ്യപിച്ചിരുന്നവർ തമ്മിലുള്ള വിഷയമാണ് ഇപ്പോൾ അതിക്രമത്തിൽ കലാശിച്ചത്. വീടിന്റെ സിറ്റൗട്ടിൽ തുണി വാരിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ധനേഷ്. തിങ്കളാഴ്ച രാത്രി ഞങ്ങളുടെ വീടിൻ്റെ ദൂരിലെ ഭാഗത്ത് ഭയങ്കര അടി നടക്കുന്നുണ്ട്. അടി കണ്ട് 2-3 പേര് വണ്ടിയിൽ പോകുന്നുണ്ട്, കുറച്ച് പേര് ഇങ്ങോട്ട് ഓടുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി ഒരു 11:30-ക്ക് ഈ റൂമിൽ തീ കത്തുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവള് വേറെ കൊല്ലത്തെങ്ങാണ്ട് ഒരു ഉമ്മായെ നോക്കാൻ ചെന്ന് നിൽക്കുക. അവിടെ നിന്ന് ജോലി ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഇവളെ ഫോൺ ചെയ്ത് നിങ്ങളുടെ വീടിതാ പെരയ്ക്കകത്തൊരു തീ കത്തുന്ന എന്തുവാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ്. ഇവള് പറഞ്ഞ് ഇനി വേറെ വല്ല തീയായിരിക്കും, അങ്ങോട്ട് പോയി നണയ്ക്കാൻ. അപ്പോഴത്തേന് ഈ തീ ഭയങ്കരമായിട്ട് ഈ റൂമിലങ്ങ് ആളിക്കത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇവളെ വിളിച്ചപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കുന്നെന്ന് പറയുന്നത്. വീണ്ടും ഇല്ല, റൂം കത്തി. ഒരു 10 മിനിറ്റിനോളം കഴിഞ്ഞ് ഈ വീട് മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. എന്നിട്ട് 2-3 പേരിങ്ങനെ ഓടുന്നതും കണ്ട്. ഈ ഓടുന്നതെല്ലാം ഞങ്ങളെ ആങ്ങളയുടെ മോനും കൂടെ വന്ന 2 പേര്, അത് ഒന്ന് ഉണ്ണിയും ഒന്ന് ശങ്കറുവാന്ന് പറയുന്നത്. അവർ ഈ വീട് വഴി ഓടി കയറി അങ്ങ് പോയി. ഇവർ രണ്ടുപേരും പോലീസ് പിടിച്ചില്ല. ഇവരെ 2 പേരെയും ഇതുവരെയും പോലീസ് പിടിച്ചിട്ടില്ല. അവരെന്തോ പറയുന്നത്? അവര് അന്നേരം ഈ ധനേഷ് എന്ന് പറഞ്ഞു ഞാനല്ല കത്തിച്ച, ഉണ്ണിയെ കത്തിച്ചേന്ന്. അങ്ങനെ ഉണ്ണിയോട് ആരോ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി പറഞ്ഞു ഞാനല്ല കത്തിച്ച, ധനേഷാണെന്ന്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിട്ടാണ് ഇപ്പം അറിവ് കിട്ടുന്നത്. ഇവൾക്ക് 2 മക്കളുണ്ട്. അതിൽ 1.5 വയസ്സുള്ള മൂത്തത് മോൻ, ഇളയത് പെങ്കൊച്ചായിരുന്നു. അവൾക്ക് 1.5 വയസ്സുള്ളപ്പം അവളെ ഭർത്താവ് കരണ്ടടിച്ച് മരിച്ചതാണ്. അങ്ങനെ അവൾ അന്ന് തൊട്ടേ കഷ്ടപ്പെട്ട് മെയിൻ്റനൻസ് മേടിച്ചും ഭർത്താവിൻ്റെ പൈസ കിട്ടിയപ്പോഴൊക്കെ കുറേശ്ശെ ഈ വീട് ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട് വന്നതാണ്. അപ്പോഴും ഇവള് കൂടെ ഇങ്ങനെ ജോലിക്ക് പോകും വരും. ഓരോ വീട്ടുകളിൽ നിൽക്കാനാണ് പോകുന്നത്. 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പം വരും. അവർ അത് വന്നി കണ്ടുകൊണ്ടാണ് ഇവർ ഈ പ്രവൃത്തിയിൽ മോനോടുള്ള വൈരാഗ്യത്തിന് ഈ വീട് കയറി ഇത്രയും കത്തിച്ച് നശിപ്പിച്ചത്.